അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അത് വലിയൊരു പണ്ഡിതനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരാളാണ്. എന്നാൽ കാന്തപുരം ഉസ്താദിനെ വിമർശിക്കുന്നവരും ഉണ്ട്, ഇഷ്ടം പോലെ വിമർശിക്കുന്നവരും ഉണ്ട്. വിമർശിക്കുന്നവരുണ്ടെങ്കിലും ചിന്തിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നോക്കൂ, കാന്തപുരം ഉസ്താദിൻ്റെ കയ്യിൽ ഒരു ഷൂ വെച്ചുകൊണ്ട് ആണ് ഫോട്ടോ ഫേസ്ബുക്കിലും മറ്റും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും പിന്നിൽ അമുസ്ലിമീങ്ങളാണ് എന്നുള്ള കാര്യത്തിലോ പിന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. മുസ്ലിമീങ്ങളിൽ പെട്ടവർ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെ കയ്യിൽ ഒരു ഷൂ കൊടുത്തിരിക്കുകയാണ്. ആ ഷൂ ആരുടെ ഷൂവാ? നരേന്ദ്രമോദിയുടെ ഷൂ കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കുറേ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കാര്യമെന്നറിയോ? കാന്തപുരം ഉസ്താദ് അവറുകൾ നരേന്ദ്രമോദിയെ കാണാൻ പോയി. ആരാ നരേന്ദ്രമോദി എന്നറിയോ? നമ്മളുടെ പ്രധാനമന്ത്രി. ആരെ പ്രധാനമന്ത്രിയാണ്? നമ്മളുടെ പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മളുടെ പ്രധാനമന്ത്രിയാണ് ആര്? നരേന്ദ്രമോദി. അല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല എന്ന് പറയാൻ പറ്റും? നമുക്ക് ഒരു ടീമിന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി അല്ല എന്ന് പറയാൻ പറ്റുമോ? നരേന്ദ്രമോദി അല്ല എന്ന് പറയാൻ പറ്റുമോ പ്രധാനമന്ത്രി? നമുക്കെങ്ങനെയായാലും പ്രധാനമന്ത്രി ആരാണ്? ഇപ്പോൾ നിലവിലുള്ളത് നരേന്ദ്രമോദി തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മളോട് ആരാന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? പിണറായി വിജയനാണ് നമുക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അത് കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും പിന്നെ ലീഗുകാർക്കും APക്കാർക്കും EKക്കാർക്കും ഒക്കെ മുഖ്യമന്ത്രി ആരാണ്? അത് പിണറായി വിജയനാണ്. എന്നതുപോലെ തന്നെ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. എന്താ നരേന്ദ്രമോദിയെ കാണാൻ പറ്റൂലേ? പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക്, മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ഒക്കെ അവരെ പോയിട്ട് കാണേണ്ടത് കാണുകയും പറയേണ്ടത് പറയുകയും ഒക്കെ ചെയ്യേണ്ടേ? അത് ചെയ്യാൻ കരുത്തുറ്റ ഒരു നേതാവ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാ. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് മുന്നേ ഒരുപാട് പ്രധാനമന്ത്രിമാർ വന്നിട്ടുണ്ടല്ലോ. ബാബരി മസ്ജിദിൻ്റെ മുനാരങ്ങൾ തട്ടിത്തകർത്ത സമയത്തുണ്ടായിരുന്ന അയാളെ പോയിക്കൊണ്ടും കാന്തപുരം ഉസ്താദ് കണ്ടിട്ടുണ്ട്. അതിന് ശേഷം വന്ന പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ പോയി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആരൊക്കെ പ്രധാനമന്ത്രിയായി വന്നോ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പോയി കാണുകയും കൂടിക്കാഴ്ചകൾ നടക്കുകയും മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ അവരെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നല്ലാതെ മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ ഉറ്റുകൊടുക്കുകയല്ല. ഇവിടെ ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് കേട്ടു, കേരളത്തിന് എല്ലാ കാലഘട്ടത്തിലും ഉറ്റുകാരുണ്ടാകും, ആ ഉറ്റുകാരനാണ് കാന്തപുരം എന്ന് പറഞ്ഞിട്ട് ഉമർ മുസ്ലിയാരുടെ ഒരു ശബ്ദം കേൾക്കാനിടയായി. അത് അദ്ദേഹം ചിന്തിക്കാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന് ശരിക്കും നമുക്കറിയുന്നതിനേക്കാൾ അറിയ കാന്തപുരം ഉസ്താദിനെ. അത്ര പരിചയമുള്ള അയാളാണ്. എന്നിട്ട് അയാൾ എന്തിനാണ് ആ രൂപത്തിൽ പറഞ്ഞത് എന്നറിയില്ല. കാന്തപുരം ഉസ്താദ് ഇവിടെ വലിയൊരു കേരള യാത്ര നടത്തി. ആ കേരള യാത്ര നടത്തിയിട്ട് ആ കേരള യാത്രയിൽ വന്ന മുഴുവൻ കാര്യങ്ങളും അത് ക്രോഡീകരിച്ചുകൊണ്ട് അത് മുഖ്യമന്ത്രിയെ അറിയിച്ചു, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ അറിയിച്ചു. അല്ലേ? കേരളത്തിൽ ഇന്ത്യ അറിയാത്ത ചാനലുകാർ, അതല്ലെങ്കിൽ ഇന്ത്യ അറിയാത്ത ആളുകളാണ് ഇത് വലിയൊരു വിഷയമാക്കി മാറ്റിയത്.
ഉസ്താദ് പോയിട്ടുള്ളത് വഖഫുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. വഖഫിൻ്റെ ഭൂമികൾ പിടിച്ചെടുക്കുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ വോട്ട് ലിസ്റ്റിൽ നിന്ന് മാറ്റി SIR എന്നുള്ള സംവിധാനം, അതിൻ്റെ വിഷയങ്ങൾ, അതുപോലെ തന്നെ പള്ളികളും സ്ഥാപനങ്ങളും അത് ശിവലിംഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അത് തകർക്കുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യക്കാരുടെ വിഷയങ്ങൾ, സൗത്ത് ഇന്ത്യക്കാർക്ക് ഇവിടെ ആ വിഷയമല്ല. അപ്പോൾ നോർത്ത് ഇന്ത്യക്കാരുടെ വിഷയങ്ങൾ, അതുപോലെ തന്നെ ബറേൽവികളുടെ വിഷയങ്ങൾ, ഇതുപോലെ പല ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയോട് പറയാനാ കാന്തപുരം ഉസ്താദ് പോയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോരുന്ന സമയത്ത് ഒരു ചാനലുകാരൻ ഉസ്താദിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിൽ എന്താ ചോദിക്കുന്നത്, ഉസ്താദിനോട് ചോദിക്കുന്നത് എന്താണെന്ന് ഈ കേരളക്കരയിലുള്ള ചാനലുകാർക്ക് മനസ്സിലാക്കണോ? ഉസ്താദിനോട് ചോദിച്ചത് എന്താണ്? നിങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റു രാജ്യങ്ങളിൽ പോയിക്കൊണ്ട് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ പറയുക? അതല്ലേ ചോദിക്കുന്നത്. ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് മറ്റു രാജ്യങ്ങളിൽ പോയിക്കൊണ്ട് നിങ്ങൾ എന്തു പറയും? അപ്പം അവിടെ പറയേണ്ട മറുപടി എന്താണ്? ഇന്ത്യ സേഫാണ്, ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾ സേഫാണെന്ന് തന്നെയല്ലേ പറയേണ്ടത്? അതിന് യാതൊരു സംശയമുണ്ടോ? അതല്ലെങ്കിൽ ഉസ്താദ് അവിടെ ചെന്നിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ എന്ത് പ്രതിഫലം ഉണ്ടാകുക? ഉസ്താദ് പ്രധാനമന്ത്രിയെ പോയി കണ്ടുകൊണ്ട് പറഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഈ പറയുന്നത്. പുറത്തു പോയിട്ട് നിങ്ങൾ എന്ത് പറയും എന്നാ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഏതാ മുതലുകാര്യങ്ങൾ? ഉസ്താദ് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനാ ചിട്ടങ്ങൾ. ഉസ്താദ് അതിനനുസരിച്ച് മറുപടിയാണ് കൊടുത്തു. അപ്പം ഞങ്ങൾ ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾ സേഫാണെന്ന് പറയും. അതെന്ത് ചെയ്തു? ചാനലുകാരിങ്ങോട്ട് എടുത്തിട്ട് അതിങ്ങോട്ട് വലിയ സംഭവമാക്കി. അതാണ് സംഭവിച്ചത് ഇവിടെ. നിങ്ങളൊന്ന് നോക്കി. എന്നിട്ട് എന്തെല്ലാം AP ഉസ്താദിനെ പറഞ്ഞു. ഓരോ നാടന്മാരായ ആൾക്കാർ ഓരോരുത്തരും എന്തൊക്കെ പറഞ്ഞു. AP ഉസ്താദിൻ്റെ കയ്യിൽ ഷൂ കൊടുത്തു ഫോട്ടോ വിട്ടു. നിങ്ങളൊന്ന് നോക്കൂ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെ. പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി, അത് എന്താവട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ. ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാന്തപുരം ഉസ്താദിൻ്റെ അടുത്ത് നിൽക്കണ. ഉസ്താദ് അവിടെ ഇരിക്കുന്നു. വീൽചെയറിൽ ഉസ്താദ് ഇരിക്കണ്. പിന്നെ നരേന്ദ്രമോദി അങ്ങോട്ട് ചെന്ന് കൈകാര്യം ചെയ്യണമെന്ന് നോക്കിങ്ങൾ. ഇതുപോലെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയും AP ഉസ്താദും ഒരേ കസാരയിൽ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അത്രമാത്രം സ്ഥാനം AP ഉസ്താദിന് പ്രധാനമന്ത്രിയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇരുന്ന് സംസാരിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. പറഞ്ഞുകൊണ്ടുവന്നത് നമ്മൾ AP ഉസ്താദ് ഈ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് നാട് നീളെ ഓടി ഈ 94 വയസ്സ് കഴിഞ്ഞിട്ടും ഈ തണുപ്പ് സമയത്തും ഡൽഹിയിൽ പോയിക്കൊണ്ട് പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ടെങ്കിൽ പല ആളുകളും പറഞ്ഞു ഉസ്താദിന് പിന്നെ പ്രൈവറ്റായിട്ട് വല്ല കാര്യം നടക്കാണ്ടാവും. ഈ 94 വയസ്സായിട്ട് ഇനി ഉസ്താദിന് എന്ത് പ്രൈവറ്റ് നടക്കാനറിയോ? അറിയണവർക്കൊരു ഉസുറും പുളിയും വേണ്ടേ? ഉസ്താദ് മുസ്ലിമീങ്ങളുടെ കാര്യത്തിന് വേണ്ടി, സ്ഥാപനങ്ങളുടെ മർക്കസിൻ്റെ കാര്യത്തിന് വേണ്ടി, അതുപോലെ മുസ്ലിം സ്ഥാപനങ്ങൾ എവിടൊക്കെയുണ്ടോ ആ സ്ഥാപനങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ബറേൽവ്യ വിഷയത്തിൽ അവിടെയൊക്കെ എത്ര സ്ഥാപനങ്ങളുണ്ട് വെച്ചിട്ട് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യ അവിടെയൊക്കെ എത്ര സ്ഥാപനങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഇതുപോലത്തെ കാര്യങ്ങൾ, ദീനീ സ്ഥാപനങ്ങൾ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി കൊണ്ട് പോയിട്ട് പറഞ്ഞു പോരുമ്പോൾ ഒരു
ചാനലുകാരൻ വിളിച്ചുകാണ്ട് പറഞ്ഞ ആ ചാനലുകാരന് കൊടുത്ത മറുപടി ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ സേഫാണെന്ന് പറഞ്ഞത് മാത്രം എടുത്തിട്ടു. ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യത്തിനെ പറ്റിയിട്ടില്ല. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പുറത്തു പോയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ്. ആ അഭിപ്രായത്തിന് അതന്നല്ലേ പറയേണ്ടത്. അതല്ലാതെ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല, അത്രയും പ്രയാസാണ് എന്ന് പുറത്തുള്ളടത്ത് പോയി പറഞ്ഞിട്ടെന്താ കാര്യം? നമ്മൾ അതല്ല ഉറ്റുകൊടുക്കൽ. അതാണ് ഉമർ മൗലവി ഉറ്റുകൊടുക്കൽ. അതാ മനസ്സിലാക്കേണ്ടത്. അതാ ഉറ്റുകൊടുക്കൽ. നമ്മൾ അവർക്ക് ഉറ്റുകൊടുത്തിട്ട് കാര്യമില്ല. അവനാൻ്റെ കാര്യം പല്ല് കുത്തി വേറുള്ളവർക്ക് മണക്കം കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ശരിയാക്കാനാണ് നോക്കേണ്ടത്. ഇന്ത്യയിൽ നമ്മൾ എന്താ റെഡിയാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിക്കൊണ്ടാണ് നാം ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിക്കൊണ്ടാണ് കാന്തപുരം ഉസ്താദ് അവറുകൾ പ്രധാനമന്ത്രിയെ കാണാൻ പോയത്, പ്രധാനമന്ത്രിയെ കണ്ടത്. അതുപോലെ തന്നെ വലിയ വലിയ നേതാക്കന്മാരെ പോയി കണ്ട് എല്ലാ വിഷയങ്ങളും അവതരിപ്പിച്ചത്. എന്നിട്ട് ഉസ്താദിൻ്റെ കയ്യിൽ ഒരു ഷൂ കൊടുത്തുകൊണ്ട് ഫോട്ടോ വിട്ട് പ്രചരിപ്പിക്കാൻ ധൈര്യം വന്ന സമൂഹമേ, നാണം കെട്ട് പരിപാടിയാണ് ഇതൊക്കെ ഒരു നാണം കെട്ട പരിപാടിയാണ്. കാരണം ഈ മുസ്ലിമീങ്ങൾക്ക് എന്ന് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും എല്ലാ മതസ്ഥർക്കും അവരവരുടെ മതം അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യം വേണമെന്ന ഉസ്താദിൻ്റെ വാദം.